റോസിയും ടിനയും രാവിലെ ഉള്ള ഭക്ഷണം വെച്ചിട്ടുണ്ട്. അവർക്ക് ബിസ്ക്കറ്റാണ് രാവിലെ കൊടുക്കുന്നത്. അവർക്ക് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. രാവിലെ ഇതേ കഴിക്കാൻ അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് രാവിലെ ഇങ്ങനെ കൊടുക്കും. ഇത് കഴിച്ചിട്ട് അവർ പിന്നെ പുറത്തേക്ക് ചെന്ന് കളിക്കാൻ തുടങ്ങും. ലിയോ ചേർന്നിട്ട് 3 പേരും ഓടിച്ചാടി നടക്കും കുറച്ച് സമയം. പിന്നെ അകത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും, വീട്ടിനകത്ത് കറങ്ങി നടക്കും. ഇവർക്ക് വെള്ളം ഇവിടെ അകത്തേക്ക് വെച്ച് കൊടുക്കത്തില്ല, പുറത്തേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം. ഇവർ ഓടിച്ചാടി അവിടെയും ഇവിടെയും തട്ടിയിടും. അതുകൊണ്ട് പുറത്തേക്ക് വയ്ക്കും. അവർക്കറിയാം പുറത്തേക്ക് പോയി അവർ വെള്ളം കുടിച്ചോളും. ഇപ്പോൾ ലിയോ ആണെങ്കിൽ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ പോയി കിടന്ന് ഉറങ്ങുന്നു. ഇപ്പോൾ കാണുന്നില്ല, വിളിച്ചിട്ട് ഭയങ്കര ഉറക്കമാണ്. ഇനി ഇവർ ഫുഡ് കഴിച്ച് തീരുമ്പം തന്നെ അവൻ വരും. ഫുഡ് കഴിച്ചിട്ട് അവിടെ പുറത്തേക്ക് ചെന്ന് കളിക്കാൻ തുടങ്ങും. അല്ലത് വീട്ടിനുള്ളിൽ അവിടെയും ഇവിടെയും ഓടിക്കൊണ്ട് നടക്കും. ലിയോ ഉണ്ടെങ്കിലേ ഇവർക്ക് നല്ല രസമാകത്തുള്ളൂ ഓട്ടമൊക്കെ. സൂചി വയ്ക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മതി. എവിടെ പോകണമെന്നറിയില്ല. എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് നല്ലപോലെ മനസ്സിലാവും. സൂചി വയ്ക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവർ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കും. പിന്നാണെങ്കിൽ മരത്തിന് മുകളിൽ കയറിയിരുന്നു. റോസിയാണെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. പിന്നെ നമ്മളെ കാണുമ്പോൾ ഓടിക്കളയും. അങ്ങനെയാണ്. ഇവരെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയില്ല. എന്തു പറഞ്ഞാലും അവർക്കറിയാം. പിന്നെ ഇന്നലെ ഞാൻ നടന്നപ്പോൾ അവിടെ കാല് തെറ്റി വീണു. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ കുറച്ച് സമയം ഒന്ന് കിടന്നു. അപ്പോൾ ഇവർക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് വെച്ചിട്ട് അവർ ഉടൻ തന്നെ ഓടി വന്ന് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. 2 പേരും കൂടി എന്താ സംഭവിച്ചെന്ന് നോക്കിക്കൊണ്ടേയിരിക്കണം. ഭയങ്കര സ്നേഹമുള്ളവരാണ്. എന്ത് സ്നേഹമെന്നറിയാമോ? നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സങ്കടം പോലെ അവർ അങ്ങനെ നോക്കിയിരിക്കും. കാല് തെറ്റി വീണപ്പം തന്നെ ടിന ഓടി വന്നു. അവനെ നമ്മളെ പൊക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ നോക്കിയിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ എന്തെന്ന് വെച്ചിട്ട് അവൻ്റെ മനസ്സിൽ എന്തോ ഒരിതുപോലെ അങ്ങനെ ഒന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് സ്നേഹമുള്ളവരാണ് ഇവർ. ഇനി ഇത് കഴിച്ചിട്ട് ഇവർ ഓടിച്ചാടി കളിച്ചിട്ട് കുറച്ച് സമയം കിടന്ന് ഉറങ്ങും. പിന്നെ ഉച്ച ആവുമ്പം വരും, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കുറച്ച് സമയം കിടന്ന് നന്നായിട്ട് ഉറങ്ങും. വെയിലായതുകൊണ്ട് ഇപ്പോഴും നല്ല വെയിലല്ലേ, മഴ ഒന്നുമില്ല. അതുകൊണ്ട് അവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളും. ഉറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ തുടങ്ങും ഓട്ടവും ചാട്ടവും. എന്തൊരു ഓട്ടമായിരിക്കും. അവൻ ലിയോ വന്ന് വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് കളിക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അവനെ. കണ്ടില്ലേ, അവൻ വെയിറ്റ് ചെയ്ത് വിളിക്കുന്നു. പെട്ടെന്ന് ആയിക്കോട്ടെ എല്ലാം, വേഗം വാ, ഞാൻ പുറത്തേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നോക്കിയിരിക്കണം അവൻ. ഇനി ഇവർ കഴിച്ചിട്ട് ഇരുന്നിട്ടേ അവൻ പോകത്തുള്ളൂ. 3 പേരും ചേർന്ന് കളിക്കാൻ പോകും. ലിയോയും റോസിയും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഇങ്ങനെ കൈ നീട്ടി അടി വെച്ചുകൊണ്ടിരിക്കും. അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ആണെങ്കിൽ അത്രയ്ക്ക് പോകത്തില്ല. അവന് ചിലപ്പം കളിക്കണമെന്ന് തോന്നിയാൽ ഓടിച്ചാടി പിന്നെ അവനെ പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കൂടുതൽ സമയം കിടന്ന് ഉറക്കമായിരിക്കും. അവന് വയറിനിറഞ്ഞു അവൻ പോയി. ഇവന് കഴിച്ചിട്ട് ഒന്നും കൂടി വെളിയിൽ ചെന്ന് കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വിളി കേട്ടാൽ 3 പേരും ഓടി എത്തും. ഇവിടെ
തുടങ്ങി. അവന് മതിയായി. ഇവർക്ക് ഈ ബിസ്ക്കറ്റാണ് ഇഷ്ടം. അല്ലാതെ വേറെ ഉള്ള ഫുഡും 1-2 ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇത് രാവിലെ കൊടുത്താൽ പിന്നെ കുറച്ച് സമയം അങ്ങനെ കളിച്ചുകൊണ്ടും ഉറങ്ങിക്കൊണ്ടും അങ്ങനെ അവരുടെ കാര്യം നോക്കിക്കൊള്ളും. ലിയോ വന്നു. അവരെല്ലാം കഴിച്ചിട്ട് പോയതിന് ശേഷം ഇവൻ ഇവിടെ വന്ന് നോക്കും. ഇവർ രാവിലെ കഴിച്ചതാണ്, അതുകൊണ്ട് അവന് വിശപ്പില്ല. പിന്നെ ഇവരെ കുറച്ച് സമയം കളിക്കാൻ വിളിച്ചിരുന്നു. അവർ പോയില്ലല്ലോ, ഇപ്പോൾ അവർ കഴിച്ചിട്ടേ പോവുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നെല്ലാം നോക്കിയിട്ട് അവനും പോകുന്നുണ്ട് കളി.